ഇന്ന് നമ്മളുടെ സമൂഹത്തെ കേടുപാടുകൾക്കിടയിലാക്കുന്ന ഒരു ഗുരുതര പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത്. ലഹരി ഉപയോഗം, പ്രത്യേകിച്ച് MDMA, കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ വ്യാപനം ഇതിപ്പോൾ വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. മിക്ക ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പോലും ഈ ലഹരി വസ്തുക്കൾ സുലഭമായി ലഭ്യമാകുന്നു. സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്ന് കോളേജ് യുവാക്കളിലേക്കും തൊഴിൽ ജീവിതത്തിലേക്കുമാണ് ഈ വിഷവ്യാപനം എത്തുന്നത്. എന്താണ് ഇങ്ങനെയൊരു അവസ്ഥയ്ക്ക് കാരണമാകുന്നത്? മികച്ചമായ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തിനുണ്ട്. എന്നാൽ പലപ്പോഴും കർശനമായ പരിശോധനയും നടപ്പിലാക്കലും അഭാവപ്പെട്ടിരിക്കുന്നു. ടൗണുകളിൽ ഗ്രാമങ്ങളിലൂടെയും പോകുന്ന വാഹനങ്ങൾക്കെല്ലാം കർശനമായ പരിശോധന നടത്തുന്നത് അനിവാര്യമാണ്. പോലീസ് വകുപ്പ് കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടത് നാം ആവശ്യപ്പെടേണ്ട സമയമാണ്. അതേസമയം നമ്മളുടെയൊക്കെ പങ്കും ഇതിലുണ്ട്. കുട്ടികളെ, യുവാക്കളെ അവരുടെ പ്രായത്തിൽ തന്നെ ഈ വിഷയം മനസ്സിലാകുന്ന തരത്തിൽ ബോധവൽക്കരിക്കേണ്ടത് നാം രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവാസികളും ഒന്നിച്ചു ചെയ്യേണ്ട കർമ്മമാണ്. ലഹരി ഒരു നിമിഷം കൊടുക്കുന്ന സന്തോഷം മാത്രമാണ്. അതിനു പിന്നിൽ നശിപ്പിക്കപ്പെടുന്ന ആരോഗ്യവുമുണ്ട്, ബന്ധങ്ങളും ഭാവിയും. നമ്മുടെ യുവതയെ കരകയറ്റാൻ നമ്മൾ ഓരോരുത്തരും ഒരടി കൂടി മുന്നോട്ട് വരണം. അവസാനമായി പറയേണ്ടതെങ്കിൽ നിയമപരമായ ഇടപെടലുകളും സമൂഹവുമായുള്ള മുന്നേറ്റവുമാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായി മാറേണ്ടത്. ഇനിയും കാഴ്ചക്കാരായി നിൽക്കാതെ ഓരോരുത്തരും ജാഗ്രതയോടെ പ്രതികരിക്കേണ്ട സമയമാണിത്. നമ്മൾ ഒന്നിച്ചെത്തുമ്പോഴാണ് ലഹരിമുക്ത സമൂഹം ഒരു യാഥാർത്ഥ്യമായി തീരുന്നത്.